കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് ഏതാണ്ട് 32 വയസ്സ് വരെ ഇവരുടെ ജീവിതം പൊതുവെ ഇരുളടഞ്ഞ ഒരു ജീവിതമായിരിക്കും. പൂരം നക്ഷത്രക്കാർക്ക് 38 വയസ്സിന് ശേഷമാണ് ശരിയായ ഒരു ജീവിത പുരോഗതി ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുക. അത് മാത്രമല്ല 32 വയസ്സ് തൊട്ട് 68 വയസ്സുകൾക്കിടയിൽ ഇവർക്ക് വലിയ കാര്യങ്ങളും നേടാനും അതിൽ നിന്ന് ഇവർക്കൊരു പ്രതാപത്തിലേക്ക് എത്തിപ്പെടാനും സാധിക്കുന്ന ഒരു കാലമാണ് ഈ പൂരം നക്ഷത്രക്കാർക്ക്. ഈ പൂരം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശുക്രനാണ് ഇവരുടെ ദശാനാഥൻ. ഈ ശുക്രദശാ കാലത്തില് ഇവർക്ക് ഈ ജനനം തന്നെ ഇവരുടെ ശുക്രദശ ആയതുകൊണ്ട് പല പ്രവൃത്തികളും ഇവർക്ക് പിന്നീട് ശുക്രദശാകാലം ബാല്യകാലം അത്ര സുഖകരമല്ല എങ്കിൽ പോലും ഇവർ പല നാളുകാരുമായിട്ടുള്ള വീഴ്ചകളൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ശുക്രദശാ കാലത്താണ് ഇവരുടെ ജനനമെങ്കിൽ തന്നെയും അതിനുശേഷം ശുക്രദശൻ കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആദിത്യ ദശയാണ്. ഈ ആദിത്യ ദശയിൽ ഇവരുടെ അച്ഛൻ വിട്ടുപോവുക, അതായത് ശുക്രദശാ കാലത്ത് ജനനം കഴിഞ്ഞിട്ട് പിന്നെ ആ ശിഷ്ടദശയ്ക്ക് ശേഷം ചെറുപ്പത്തിൽ തന്നെ ബാല്യത്തിൽ തന്നെ ആദിത്യ ദശയിൽ തന്നെ ഇവരുടെ പിതാവ് ഇവർക്ക് നഷ്ടപ്പെടുന്നതാണ്. പിതൃ വിയോഗം ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി സ്വന്തം അച്ഛന് എന്തെങ്കിലും കാലദോഷം വന്നില്ല എങ്കിൽ മറ്റ് അച്ഛൻ്റെ അച്ഛനോ അമ്മയുടെ അച്ഛനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പിതൃ വിയോഗം ഇവർക്ക് സംഭവിക്കുന്നുണ്ട്. ആദിത്യ ദിശയിൽ പിന്നെ തുടർന്ന് ചന്ദ്രനാണ്, പിന്നെ ചൊവ്വയാണ്, പിന്നെ രാഹുവാണ്, പിന്നെ വ്യാഴം, പിന്നെ ശനി, പിന്നെ ബുധൻ. ഈ ക്രമത്തിലാണ് ഇവരുടെ ദശാകാലങ്ങൾ കണക്കാക്കുന്നത്. ഈ ദശാകാലങ്ങളോടുകൂടി ചേർന്ന് ഇവർക്ക് ജാതകന് ശിരോരോഗം, തലയുമായിട്ട് ബന്ധപ്പെട്ട തലവേദനയോ മറ്റോ രോഗങ്ങളോ മറ്റു തലയിലോ വരുന്ന രോഗങ്ങൾ, ഹൃദ്രോഗം, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ, കർണരോഗം, ചെവിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, ജ്വരം, ശക്തമായ പനി, മറ്റു കാര്യങ്ങൾ, നാഡീഞരമ്പുകളുടെ ബലക്ഷയം, വികൃതികൾ, രക്താൽപത, അതായത് രക്തത്തിൽ പല രോഗങ്ങൾ പെട്ടിട്ട് കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം പോയിട്ട് ഈ രക്തം ഇല്ലാത്ത അസുഖം ഉണ്ടല്ലോ, അനീമിയ പോലെയുള്ള രക്തം കട്ടിപിടിക്കാതിരിക്കുക, രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൽ നിന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് രക്തം വന്നു കഴിഞ്ഞാൽ അത് നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കൈയൊക്കെ മുറിഞ്ഞാൽ നമ്മുടെ രക്തം പോകുന്ന സമയത്ത് കുറച്ചു നേരം രക്തം പോയി കഴിഞ്ഞാൽ പിന്നെ അത് കട്ടയായിട്ട് പിന്നെ ആ ബ്ലഡ് ഇങ്ങനെ നിന്ന് പോകണം, പിന്നെ ആയിട്ട് നമ്മൾ തുണിയൊക്കെ കെട്ടിയത്. പക്ഷേ ഇതങ്ങനെയല്ല, രക്തോൽപത രക്തം ഇങ്ങനെ ധാരിയായിട്ട് പോയിക്കൊണ്ടിരിക്കും, രക്തം കട്ടയാവാത്തൊരസുഖം. അത് ഇവരുടെ ഒരു നാളിൻ്റെ പ്രത്യേകതയാണ്. ഒക്തം രക്തചാപം, അതിങ്ങനെ രക്തം പോയിട്ട് പിന്നെ അതിൽ നിന്നുകൊണ്ട് മരണം സംഭവിക്കുക, കാൽമുട്ടുകൾ രണ്ടും വേദന എടുക്കുക, ജലദോഷം ഉണ്ടാവുക, അതുകൊണ്ട് ശ്വാസം മുട്ടുണ്ടാവുന്നത് അസുഖങ്ങൾ, കണ്ടിന്യൂസ് ആയിട്ട് ചുമയുണ്ടാവുക, വാരിയെല്ലിന് സ്ഥാനചലനം, ശരീരത്തിലെ വാരിയെല്ലിനൊക്കെ പെട്ടെന്ന് സ്ഥാനമാറ്റം, ഒന്ന് വീഴുവോ കാല് പൊട്ടുകയോ കൈ പൊട്ടുകയോ ഒക്കെ ചെയ്യുന്ന പോലെയല്ല, വാരിയെല്ല് തന്നെ ചിലപ്പോൾ മാറിപ്പോകുന്നൊരു സ്ഥാനചലനം വരിക, ഇങ്ങനെ ഇത്യാദി രോഗങ്ങളാലൊക്കെ ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭപാതം, ഗർഭത്തിൽ ട്യൂമർ പോലെ എന്തെങ്കിലും വരിക, മുഴ പോലെയൊക്കെ വരിക, അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരാം, അതോടുകൂടി യൂട്രസ് തന്നെ എടുത്ത് മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരാം. നവരാത്രി കാലത്തുള്ള ദേവീയോപാസന, നവരാത്രി കാലത്ത് ദേവിയെ ഉപാസിക്കുക, ദേവിയെ പൂജ ചെയ്യുക, ദേവിയെ നമ്മൾ എല്ലായ്പ്പോഴും ഉപാസിക്കുക, ദേവിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ പരിഹാരമാണ് ഇവരുടെ രോഗങ്ങൾക്ക്.